അപ്പം റെഡിയായി എന്ന് വെച്ചാൽ റോപ്പെല്ലാം കണക്ട് ചെയ്ത് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. നമ്മളെ അറബി അദ്ദേഹം അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നില്ല. ആർ യു റെഡി? തള്ളൽ ഗൈസ് റെഡി? നല്ല അടിപൊളിയൊരു തള്ളിക്കോട്ടെ, ഒന്നും നോക്കണ്ട. ഇന്ന് തള്ള എല്ലാവർക്കും. കയറി പോകുന്നുണ്ട്. ഓ വളരെ സിമ്പിൾ. ഓലെ കയറുണ്ട് എന്ന് പറ, കയറ്. പെട്രോൾ മാത്രം പറയും. ഞാൻ എസ്കേപ്പ് ആയിട്ടോ. ring tire because you want relax to go outside or back. Check which one side is better for you to go. And then when you release this one, it's easy for the third one. Walk all the have people better to go. Now don't have Like, share, subscribe. Like, share, subscribe. Yeah. Okay, comment. And the good YouTubers, junior YouTubers. Anytime. കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ നന്നായിട്ട് തള്ളി. നമ്മുടെ സുഹൃത്തിന്റെ ഐഡിയ അവിടെ കൊടുത്തിട്ടാണ് നമ്മൾ റോപ്പ് എടുത്തിട്ടുള്ളത്. ഇനി അത് നമ്മൾ കൊണ്ടുകൊടുത്താലാണ് ഐഡി കിട്ടുള്ളൂ. ഐഡി പോട്ടെ, നമുക്ക് റോപ്പ് എടുത്താലോ? രണ്ടും ഇദ്ദേഹം നല്ല എക്സ്പീരിയൻസുള്ള മനുഷ്യനാട്ടോ. ഈ ഒരു ഡെസേർട്ടിൽ മുങ്ങിക്കുളിച്ച് ഇപ്പോൾ അവർ കുഞ്ഞു മക്കൾ ഈ പ്രായത്തിൽ തുടങ്ങി. നമുക്ക് ഒരുപാട് ക്ലാസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും താങ്ക് യു പറഞ്ഞ കൈ അടിച്ചു നോക്കാമല്ലോ. താങ്ക് യു. Actually, 5 o'clock, morning 5 o'clock, then we drop here and we went to Inland Sea. After enjoy, then come back. Thank you so much. നല്ല മനുഷ്യൻ കേട്ടോ, അടിപൊളി മനുഷ്യൻ. ഗൈസ്, അങ്ങനെ നമ്മുടെ നിസാൻ പെട്രോൾ വീണ്ടും നിരത്തിലിറങ്ങി അല്ലേ? ഓക്കെ. ഇനി നമ്മുടെ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റോപ്പ് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ID കാർഡ് അവിടെ നിന്ന് വാങ്ങണം. അദ്ദേഹത്തിന്റെ ഖത്തർ ID അവിടെ ഉള്ളത്, അത് വാങ്ങണം. ഓക്കെ. ഇപ്പം നിരത്തിലിറങ്ങിയ സന്തോഷം നല്ല പവറിൽ ജോറായിട്ട് പോകുന്നുണ്ട്. ഓ സംഭവം ഡെസേർട്ട് ഡ്രൈവിംഗ് ഒരു പ്രത്യേക സുഖമാണ്, ഒരു പ്രത്യേക ഫീലിംഗ് കേട്ടോ. അതെ. അതുപോലെ വേറെ കാര്യമുണ്ട്, ഈ വണ്ടി മാനുവൽ ഗിയർ ആട്ടോ. സോറി, ഈ വണ്ടി ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഇദ്ദേഹം മാനുവലിലേക്ക് മാറ്റിയതാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ വരുന്നത് കൊണ്ട് നമ്മൾ ട്രിപ്പ് കൊണ്ടും വണ്ടിക്ക് കുറച്ച് പണികൾ എക്സ്ട്രാ എടുത്തു. ഇച്ചിരില്ല പറഞ്ഞേ, നമ്മൾ ഈ ട്രിപ്പിന് പോകണിട്ട് അത് നിങ്ങളോട് ഞാൻ ഇവരില്ലാത്ത സമയം ലാസ്റ്റ് പറയാം കേട്ടോ, എന്താണ് ഇവരുടെ സ്വഭാവം എന്നുള്ളത്. അത് കറക്റ്റ്. ഞങ്ങൾ പറയുമ്പോൾ ശരിയല്ല, അത് നിങ്ങൾ നമ്മൾ പൊക്കുന്നല്ലേ ഇപ്പോൾ. നമ്മൾ കയറ് കൊടുത്തോട്ടോ. കയറിൽ കൊടുത്തിട്ട് ഇപ്പോൾ തിരിച്ചു പോകുന്നതാണ്. പിന്നെ ഇപ്പോൾ സാധാ വഴിയിലേക്ക് കൂടി തന്നെ പോകുന്നത്. ഇനി പോയിട്ടുള്ള പരിപാടി അവിടെ മോട്ടോക്രോസ് ബൈക്കുണ്ട്, ബൈക്ക് എടുത്തിട്ട് ഒന്ന് ഡെസേർട്ട് റൈഡ് ചെയ്യണം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഒരു റിയൽ മോട്ടോക്രോസ് വെഹിക്കിൾ എടുത്തിട്ട് റൈഡ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. കുറേ സമയത്ത് വെയിലത്ത് കഷ്ടപ്പാടിന് ശേഷം, എല്ലാ പ്രശ്നങ്ങൾക്ക് ശേഷം നമ്മളങ്ങനെ തിരിച്ച് ബേസിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ കാറ്റടിച്ചത്. ഇനിയിപ്പോൾ ഈ വണ്ടികൾക്കൊക്കെ കാറ്റ് ഫില്ല് ചെയ്യണം, കാരണം നമ്മളങ്ങോട്ട് കാറ്റ് കുറച്ചിട്ടാണ് പോയത്. ഇതൊക്കെ നമ്മൾ ഇത്ര ഡെസേർട്ട് കറങ്ങിയിട്ട് ടയറിനൊരു വൃത്തിയുണ്ടെങ്കിൽ ചളിയല്ലല്ലോ, അതുകൊണ്ട് കേട്ടോ.
പിന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പം നോക്കട്ടെ എന്താണ് ഇവരുടെ പരിപാടി എന്നുള്ളത്. ഹലോ ഹായ് 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 ഹായ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി ഇതാട്ടോ. ഇനി അടുത്ത വണ്ടികൾ അൺലോഡ് ചെയ്യണം. ഇവിടെയുണ്ട്. ഇനി വണ്ടികൾ അൺലോഡ് ചെയ്തിട്ട് എടുത്ത് ട്രാക്കിൽ ഇറക്കണം. ഇവിടെ ഇറക്കിയിട്ട് 31 ഡിഗ്രി സെൽഷ്യസ് ചൂടാട്ടോ. ഇതാണ് വണ്ടികൾ എടുത്തിട്ട് നമുക്ക് ട്രാക്കിൽ ഇറക്കണം. അതാണ് പണി കേട്ടോ. നമ്മുടെ എന്താ പറയുക, ബാംഗ്ലൂർ ഡേയ്സിലെ കോച്ചിൻ്റെ ലുക്കുള്ള നമ്മളെ ചേട്ടനാണ്. ചേട്ടനൊരു ബൈക്കറാണ്, റൈഡറാണ്, എക്സ്പേർട്ട് റൈഡറാണ്. വണ്ടികളൊക്കെ ഞാൻ പറയാം കേട്ടോ, ഇറക്കി പുറത്തിറക്കിയിട്ട് ഞാൻ റിവ്യൂ തരാം കേട്ടോ. ഏതൊക്കെ വണ്ടി ഇവരെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പിക്കാം. അപ്പോൾ നമ്മളെ ഇതിൻ്റെ ഡ്രസ് ഇടല കേട്ടോ. മോട്ടോക്രോസ് റൈഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സേഫ്റ്റി ഗിയേഴ്സ് നമ്മളതിൽ കൊടുക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു പാൻ്റ് കേട്ടോ. അവിടെ കാണാം നിങ്ങൾക്ക്, അവരത് ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ നീ പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ കണ്ടത് ശരിക്കും നമ്മുടെ സൂയി ബ്രോൻ്റെ അടുത്ത് കണ്ടിരുന്നു. അപ്പം ഇത് കുഴപ്പമില്ല, നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇടട്ടെ കേട്ടോ, ഇട്ടിട്ട് ഇറങ്ങിയിട്ട് കാണാം. സുധി ഇതാ ബൂട്ട് റൈഡിംഗ് ഗിയർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പേര് കേട്ടിട്ട് പേൻ്റെ ഉള്ളിലൊക്കെ വന്നത് വണ്ടി ഓഫ് ചെയ്യണ്ട. റിയാസ്മാക്കാനിതാ പോണ്. ആ പോണ് റിയാസ്മാക്കാൻ. മീൻ മേടിക്കാൻ പോണ് ചാവക്കാടങ്ങാടിക്ക്. ഒരു മിനിറ്റ് ട്ടാ. ഇത് പാട്ടാ. ഞാനങ്ങനെ ഗിയേഴ്സ് ഇട്ടു കേട്ടോ. അപ്പം നമ്മുടെ മോട്ടോക്രോസിൻ്റെ സെയിം അതിൻ്റെ നമ്മുടെ നീ പാഡൊക്കെ ഉണ്ട്, പാൻറ്റിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ ഷൂസ് മോട്ടോക്രോസിൻ്റെ ഷൂസാണ്. അതുപോലെ ഹെൽമെറ്റ്, പിന്നെ എൻ്റെ ഗോപ്രോ മൗണ്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്തോ. ഓൾറെഡി ഞാൻ എടുത്തിരുന്നു സ്റ്റെപ്പിന് വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് എന്താ പറയുക ഹാപ്പി. പിന്നെ ഇതാണിപ്പോൾ റൈഡ് ചെയ്യാൻ പോകുന്ന വണ്ടി. ഇത് KTM ആട്ടോ. ഇത് എത്ര CC? 350. ഇത് 350 CC ഉണ്ട് KTM-ൻ്റെ. പിന്നെ ടയേഴ്സൊക്കെ ഇവർ ഇതിനു വേണ്ടിയിട്ട് ഡെസേർട്ടിൽ ഓടിക്കാൻ പറ്റുന്ന വിധത്തിൽ ടയേഴ്സ് ഉപയോഗിച്ചു. നല്ല കട്ട ടയേഴ്സ് കേട്ടോ. നമ്മുടെ നാട്ടിൽ റോഡിലൊന്നും പറ്റില്ല. പവർഫുള്ളാണ്. എൻ്റെ ഈ ഒരു ഹൈറ്റ് വരുന്നത് നല്ല മാച്ചുണ്ടല്ലേ. പിന്നെ ഇത് ഹോണ്ട അല്ലേ, ഇത് KTM തന്നെ സെയിം 350 SX എന്ന് പറഞ്ഞ SXF എന്ന് പറഞ്ഞ മോഡൽ കേട്ടോ. ഏകദേശം നാട്ടിലത് ഒരു 8 ലക്ഷം 9 ലക്ഷം രൂപ അത്രയില്ല, 9 ലക്ഷം രൂപയുടെ അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, നാട്ടിൽ റേറ്റ് കൂടുതൽ. അത് ശരിയാട്ടോ, നാട്ടിൽ റേറ്റ് കൂടുതലാണ്. ഇതിപ്പം കംപ്ലീറ്റ് ഡെസേർട്ടിനായിട്ട് മോട്ടോക്രോസിനായിട്ട് കസ്റ്റമൈസ് ചെയ്തോ. ഇദ്ദേഹം പ്രൊഫഷണൽ റൈഡറാണ്. ഇപ്പോൾ ഫേസ് കാണുന്നില്ല. നേരത്തെ നമ്മൾ കണ്ട വ്യക്തിയാണ് കേട്ടോ. ഒന്നും കൂടി കുറച്ച് ഹെൽമെറ്റ് വെച്ചിട്ട് ഒരാളും കൂടി ഉണ്ട്. എവിടുന്ന് പോകാം? അതേ വരുന്നു. ഓ, ഈ വണ്ടി ഹോണ്ടയുടെ കേട്ടോ. ഇത് എത്ര CC? 250 250 CC കേട്ടോ ഹോണ്ടയുടെ. ഇതും ടയേഴ്സും കാര്യങ്ങളൊക്കെ ഡെസേർട്ടിന് വേണ്ടിയിട്ട് മാറ്റി തരാം. ഇവരൊക്കെ പ്രൊഫഷണൽസ് കേട്ടോ, മലയാളികളാണ്. പ്രൊഫഷണലായിട്ട് നാട്ടിൽ അവർ റേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ പാഷൻ വിടാൻ പറ്റാത്തതുകൊണ്ട് ഖത്തറിൽ നിന്നും എല്ലാ വീക്കെൻഡിലും വണ്ടി എടുത്ത് വരുന്നു. അതാണ് സംഭവം. അപ്പം സത്യം പറഞ്ഞാൽ ഈ ഷൂ എനിക്ക് തീരെ മാച്ചില്ല, കാരണം ഗിയർ ഷിഫ്റ്റിംഗ് ഒന്നും നടക്കില്ല. അപ്പം ഞാനൊന്ന് കയറി ഇരുന്ന് നോക്കട്ടെ എന്താ അവസ്ഥ. സോ ഞാൻ പറഞ്ഞില്ല, ഗിയറൊക്കെ ചെയ്ത് ശരിയായി. അവരെ വണ്ടി അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഗോപ്രോ ഹെൽമെറ്റിൻ്റെ കൂടെ കയറ്റിയിട്ടുണ്ട്. പിന്നെ വണ്ടി ഏകദേശം 5 മാസത്തോളം ഉപയോഗിക്കാണ്ട് വെച്ചുകൊണ്ട് കേട്ടോ സ്റ്റാർട്ടാകാത്തത്. അപ്പം ഞാൻ ശരിക്കും ഈ റൈഡിങ് ഗിയേഴ്സ് ഇട്ടുകൊണ്ട് എനിക്ക് ഈ ക്ലച്ചും അതുപോലെ തന്നെ നമ്മൾ ബ്രേക്കും നമുക്ക് സെറ്റ് ആകുന്നില്ല. അപ്പോൾ അതൊന്ന് ശരിയാക്കണം. സമയം 10:30 മണിയാണ്, നല്ല വെയിലുണ്ട്. അതൊക്കെ സ്റ്റാർട്ടായി, എൻ്റെ മാത്രം സ്റ്റാർട്ടായിട്ടില്ല.
ശരിക്കും പറഞ്ഞാലേ ഞാനിപ്പോൾ പെട്ട പോലെ ഉള്ളത്. കാരണം ഈ സാധനം എനിക്ക് ഗിയർ തട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ. ഈ ഷൂസ് ഇല്ലെങ്കിൽ ഒരു പക്ഷേ ഈ വണ്ടിയെ സ്മൂത്തായി ഓടിക്കുമായിരുന്നു. അപ്പോൾ എനിക്കിത് പറ്റുന്നില്ല. മിക്കവാറും ഞാൻ പോയിട്ട് ഷൂസ് ചേഞ്ച് ചെയ്യും. ബാക്കിയൊക്കെ സ്മൂത്ത്. പക്ഷേ എനിക്ക് ഈ ഒരു ഗിയറും പിന്നെ ക്ലച്ചും ഒന്നും ബ്രേക്കൊന്നും എനിക്ക് സെറ്റ് ആവുന്നില്ല. അപ്പം നമുക്ക് പരിചയപ്പെടാം കേട്ടോ നമ്മുടെ റൈഡേഴ്സിനെ. ഒന്ന് ഹെൽമെറ്റ് അയച്ചോ.
ഹായ്. മുപ്പര് മനസ്സിലായല്ലോ നമ്മളെ ബൈക്കായ വണ്ടീൻ്റെ കൂടുതൽ പരിചയപ്പെടുത്തില്ല. അല്ല പറഞ്ഞു, ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു, ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അങ്ങനൊന്നുമില്ല, നമ്മളെ ഫ്രണ്ട്സാണ് നമ്മളെ മോട്ടിവേഷൻ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടിയിട്ടുള്ളതാണ്. മെയിനായിട്ട് സുധിൻ ഉള്ള കാരണം തന്നെ നമ്മളെ ഈ ഒരു മോട്ടോക്രോസിന്റെ ഇതിലേക്ക് ഇറങ്ങിയത്. ബൈക്കിന് ഒരുപാട് ക്രേസ് ഉണ്ട്, ഇടയ്ക്ക് റോഡ് ട്രിപ്പൊക്കെ പോകാറുണ്ടെങ്കിലും മെയിനായിട്ട് ഈ ഒരു ഫ്രണ്ട്സ് തന്നെ നമ്മളെ എല്ലാം. ചാമ്പ്യൻഷിപ്പിൽ അങ്ങനെ എന്തെങ്കിലും പങ്കെടുത്തിട്ടുണ്ട്? ഇല്ലല്ല, നമ്മള് റേസിലൊന്നും പങ്കെടുത്തില്ല. പക്ഷേ ഇതിപ്പോൾ ഒരു പ്രൊഫഷണൽ സ്കില്ലുണ്ടാവും, പിന്നെ പങ്കെടുത്തൂടെ അടുത്ത പ്രാവശ്യം നാട്ടിൽ എന്തെങ്കിലും ആയിട്ട്? ഇതൊക്കെ ഭയങ്കര മറ്റേ ഈ പ്രൊഫഷണൽസിൽ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇങ്ങനെ ഒരു ക്രേസ് ആയിട്ട് കൊണ്ടു നടക്കുന്നതല്ലേ, അല്ലാതെ ചാമ്പ്യൻഷിപ്പിൽ അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഓക്കെ 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 ഓക്കെ. ഒരാളും കൂടി ഉണ്ട്. യെസ്, പേര് ഫസ്റ്റ് പറഞ്ഞു. പേരെന്താണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞതാ? പേര് സുധിൻ. ഓക്കെ ഓക്കെ. ഇവിടെ നാട്ടിൽ തൃശ്ശൂരിന്? ഓക്കെ ഫൈൻ. സോ എത്ര വർഷമായി തുടങ്ങിയിട്ട് മോട്ടോക്രോസിൻ്റെ? മോട്ടോക്രോസ് ഇവിടെ വന്നതിന് ശേഷമാണ്, ഒരു 4 വർഷമായി. നാട്ടിൽ ലോക്കൽ റേസസ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്? കപ്പ് വല്ലതും കിട്ടിനോ? കപ്പ് അത്യാവശ്യം. എത്ര കപ്പ് കിട്ടി? അത് അറിയില്ല. അടിപൊളി അടിപൊളി. അപ്പം നാട്ടുകാർക്കൊക്കെ അറിയാലോ? ഓക്കെ ഫൈൻ ഫൈൻ. ശരിക്കും ഈ വണ്ടി ഇപ്പം 350cc വണ്ടി, അത്രയും പവർ ടോർക്കിൽ 250cc അല്ല, പക്ഷെ എന്നാലും അത്രയും ഒരു പവറിൽ എടുത്തിട്ട് എനിക്ക് തന്നെ ഇപ്പം നല്ല പേടിയാണ്. വോ എന്നുള്ളൊരു പേടിയൊന്നുമില്ലല്ലോ. എന്തെങ്കിലും ആക്സിഡൻറ്റ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ലിഗ്മെന്റ് ഒരു പോയിരിക്കുകയാണ്. ഓക്കെ, കാലിൻ്റെ ഒരു 2 month മുന്നേ. പിന്നെ ഇവിടെ ഈ കൈയിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, സ്റ്റീൽ ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹെൽമെറ്റും ഗിയേഴ്സും അതിനെപ്പറ്റി ഒന്ന് പറയാം. ഹെൽമെറ്റും ഗിയേഴ്സ് ഇടാതെ റൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ജസ്റ്റ് അതിനെപ്പറ്റി എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ മെച്ചം എന്നുള്ളത്? ഹെൽമെറ്റ് ഇടാതെ ചെയ്യുന്നതിന് മെച്ചമൊന്നുമില്ല, അതൊരു മെച്യൂരിറ്റിയുടെ കുറവ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ പ്രത്യേകിച്ചൊരു മെച്ചമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അതിൽ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ പ്രൊട്ടക്ഷൻ നോക്കുക. നമ്മൾ പ്രൊട്ടക്ഷനോടുകൂടി ഇതൊക്കെ ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരുപാട് പരിക്കുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ പറയേണ്ട കാര്യമില്ലല്ലോ. ശരിയാ. അപ്പം ഇതാണ് പ്രൊഫഷണൽസ് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. നിങ്ങൾ എന്തായാലും നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് ഗിയേഴ്സ് ഒക്കെ ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഇതൊക്കെ വാരി വലിച്ച് കയറ്റിയത്, പക്ഷേ എന്നിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ഇൻ കേസ് ഞാൻ എവിടെയും ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ എൽബോർഡല്ലേ, അപ്പം ഡ്രോപ്പ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാലിന് മറ്റേ ഫ്രാക്ചർ വെച്ച് നമ്മൾ മൊത്തം പണിയും പെടും. ഇതിപ്പോൾ ഒന്ന് വീണ് വണ്ടി എൻ്റെ കാലിൻ്റെ മുകളിൽ മുട്ടിൻ്റെ മുകളിൽ വീണാൻ കുഴപ്പമൊന്നുമില്ല. കംപ്ലീറ്റ് താങ്ങാനുള്ള ഗിയേഴ്സ് അതിനുള്ളിൽ പ്രിപ്പയർ വെച്ചിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ വണ്ടിയൊക്കെ ലോഡ് ചെയ്യണം. കണ്ടില്ല എന്ത് പോകാൻ പോകുന്നത് അറിയോ? ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അപ്പോൾ സമയം ഒരു 10 മണിയായി. ഇനി റൂമിലേക്ക് പോകണം. റൂമിലേക്ക് പോയിട്ട് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഇവിടുത്തെ 2 മണി നമുക്ക് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഉറക്കമൊക്കെ പോയതിന് കുറച്ച് കടന്നുറങ്ങണം. ഇനി നമ്മൾ ഇന്നത്തെ ഷെഡ്യൂൾ ഇവിടെ ഒരു 2 മീറ്റപ്പ് ഉണ്ട്. നമ്മുടെ ഇവിടെ ഖത്തർ മീറ്റപ്പ് ഇന്നാണ്, അതൊന്ന് ഹോസ്റ്റ് ചെയ്യണം. വേറെ മീറ്റപ്പ് ഉണ്ട്, അതും കൂടി തീർക്കണം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.